വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വ്ളോഗുമായിട്ടാണ്. കുക്കിംഗ് വ്ളോഗ് എന്ന് പറയുമ്പോൾ ഞങ്ങളൊരു വെജ് ഷെഷ്വാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അതെ, ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞങ്ങൾക്കും അറിയത്തില്ല എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ ഈ സ്ട്രീറ്റിലൊക്കെ പെട്ടെന്ന് കിട്ടുന്ന ഒരു ഷെഷ്വാൻ ഫ്രൈഡ് റൈസ് അല്ലേ, അതാണ് ഞങ്ങൾ ട്രൈ ചെയ്യുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് ആദ്യം തന്നെ ഇപ്പോൾ അരി എടുക്കാം. ഞങ്ങളിവിടെ 5 ഗ്ലാസ് അരി എടുത്തേക്കുന്നു ഗൈസ്. അപ്പം ഞാനൊരു വശത്ത് നിന്ന് വെജിറ്റബിൾസ് അരിയുന്നു, ഒരു വശത്ത് നിന്ന് സിബ അരി കഴുകുന്നു, മമ്മി എന്തൊക്കെയോ കറി വയ്ക്കുന്നു. അപ്പോൾ നമ്മൾ അരി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ വെള്ളം ആ സമയം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലോട്ട് അരി ഇട്ട് കൊടുക്കുക, എന്നിട്ടൊന്ന് വേവിച്ചെടുക്കുക. നമ്മൾ അരി ഇതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഓൾറെഡി വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കഴുകി വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഫുൾ തീയിൽ വെച്ച് വേവിച്ചെടുക്കാം. അരി അപ്പോൾ ഏകദേശം തിളച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ഇടുന്നുണ്ട്. ഓക്കെ, നമ്മുടെ അരിയുടെ ഒരു കൺസിസ്റ്റൻസി ഇതാ ഇങ്ങനെയാണ്. ഓവർ വേവാൻ പാടില്ല. നമുക്ക് ഓരോ അരി ഇങ്ങനെ കിട്ടാം. ഓക്കെ, അപ്പം നമ്മൾ അരി കോരി മാറ്റുകയാണ്. അരിയുടെ വെള്ളമൊക്കെ മാറ്റണ്ടേ, കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസി. അരി കോരി എടുക്കാൻ സഹായിച്ചത് ഞങ്ങളുടെ മമ്മിയാണ്. നമുക്ക് പേടിയാണ് ഞങ്ങൾ അരി എടുക്കുന്നതിനോട്. ചൂടുവെള്ളം വല്ലോ ഞങ്ങളുടെ ദേഹത്ത് വീഴുമെന്ന്. വളരെ സന്തോഷത്തോടെ സന്തോഷവതിയായി നിന്ന് അരി എടുത്ത് അരി കോരി മാറ്റുകയാണ്. ഗൈസ്, നമ്മുടെ അരി വെന്ത് കിട്ടിയിട്ടുണ്ട്. വെന്തെന്ന് പറഞ്ഞാലും ഇതിന് കുറച്ച് ആ ഒരു ആവി തന്നെ ഇരുന്ന് ബാക്കിയും കൂടെ വേവും. അപ്പം അപ്പോഴത്തേക്ക് നമ്മുടെ ഒരു കറക്റ്റ് ലെവലിൽ നമുക്ക് കിട്ടും. അപ്പം നമ്മൾ ഈ അരി ഇങ്ങനെ വേവിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്നൊന്ന് നോക്കണം, ആ കലത്തിലെ അടപ്പൊന്ന് മാറ്റിയിട്ട് വെന്തോ എന്നുള്ളത്. കാരണം ഓവർ വേവാൻ പാടില്ല. കുറച്ചൊന്ന് വേവാകുമ്പോഴത്തേക്ക് എടുത്തങ്ങ് മാറ്റുക. വെള്ളം എന്നിട്ട് തോർന്നിട്ട് അത് ആവിയിലിരുന്ന് തന്നെ കുക്കായിക്കോളും. ഓക്കെ, അപ്പം നമ്മുടെ അരി ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പം നമ്മുടെ ഷെഷ്വാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടുന്ന ഐറ്റംസ് എന്ന് പറയുമ്പം സ്പ്രിംഗ് ഓണിയൻ വേണം, പിന്നെ അത് കഴിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി, 4 സവോള, 4 ക്യാരറ്റ്, പിന്നെ അതിന് ശേഷം കുറച്ച് ബീൻസ്, പിന്നെ നമ്മുടെ മെയിൻ ഐറ്റംസ് ആയിട്ടുള്ള ഷെഷ്വാൻ സോസ് വേണം, പിന്നെ അതിനോടൊപ്പം തന്നെ ടൊമാറ്റോ കെച്ചപ്പ് വേണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിനി ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാം. ഗൈസ്, അപ്പോൾ ആദ്യം തന്നെ വെജിറ്റബിൾ ക്ലീനിങ് ആണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ചെടപടിയിൽ നിന്ന് അങ്ങോട്ട് ക്ലീൻ ചെയ്യുക, അങ്ങോട്ട് എല്ലാവരും അരിഞ്ഞ് വെക്കുക. വെജിറ്റബിൾസ് അരിയുന്നതിൻ്റെ ഇടയിൽ ഞങ്ങളിങ്ങനെ ഓരോന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ, എന്തൊക്കെയോ കാര്യങ്ങൾ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ പണ്ട് മുതലേ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് 2 പേർക്കും കുക്ക് ചെയ്യാൻ. അപ്പോൾ ഞങ്ങൾ പണ്ടും ഇങ്ങനെ ന്യൂ റെസിപ്പീസ് ഒക്കെ കാണുമ്പോൾ അല്ലേ നമ്മൾ മമ്മിയെടുത്ത് പോയി പറയും, മമ്മി നമുക്ക് ഇതുണ്ടാക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു. നമ്മൾ എന്തൊക്കെയാന്ന് പറയുന്നത്, പിസ്സ ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ചില്ലി ചിക്കൻ, ബട്ടർ ചിക്കൻ, പിന്നെ വേറെന്തായിരുന്നു, പിന്നെ അന്നൊന്നും ഞങ്ങൾ ഇതുപോലെ വീഡിയോ എടുത്തിട്ടില്ല. ഷവർമയൊക്കെ എടുത്ത് നമ്മുടെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. ബാക്കിയൊന്നും എടുത്തിട്ടൊന്നുമില്ല. അതൊക്കെ കുറേ പണ്ടാ, ഒരു 10th 11th ഒക്കെ പഠിക്കുന്ന ടൈമിലായിരുന്നു. പക്ഷെ നല്ല രസമായിരുന്നു അന്നൊന്നും. പക്ഷേ വ്ലോഗും കാര്യങ്ങളും ഒന്നും, പക്ഷെ ഞങ്ങൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ വീഡിയോ പോലെ ആക്കുമായിരുന്നു. പക്ഷെ അവിടെ അങ്ങനെ ഇട്ടിട്ടൊന്നുമില്ല. അപ്പം നമുക്കിനി വെജിറ്റബിൾസ് അരിയാം. ഓക്കെ, എന്നിട്ട് അത് കൊടുക്കണം. ഗൈസ്, ഞങ്ങളപ്പം ചടപടയിൽ ഇങ്ങനെ വെജിറ്റബിൾസ് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരാളെ ക്യാരറ്റ് അരിയുന്നു, ഒരാളെ വെളുത്തുള്ളി ഇഞ്ചി അരിയുന്നു, അങ്ങനെ പടപടയിൽ അരിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ ഐറ്റംസ് റെഡി ആയിട്ടുണ്ട്. ബീൻസ് സെറ്റ് ആയിട്ടുണ്ട്, പിന്നെ ക്യാരറ്റ്, ഇഞ്ചി, വെളുത്തുള്ളി, സ്പ്രിംഗ് ഓണിയൻ, സവോള, പിന്നെ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പും ഷെഷ്വാൻ സോസ്. ഇനി നമുക്ക് അങ്ങോട്ട് ഉണ്ടാക്കാം. ഞങ്ങളിങ്ങനെ പണി ചെയ്ത് കണ്ടിട്ട് മമ്മിക്ക് വിഷമം സഹിക്കാൻ വയ്യാതെ മമ്മി ഞങ്ങൾക്ക് അങ്ങനെ ഓറിയോ ഷേക്ക് ഉണ്ടാക്കി തന്നു. അപ്പോൾ ഇനി ബാക്കി ഓറിയോ ഷേക്ക് കുടിച്ചിട്ടാവാം കുക്കിംഗ് ഒക്കെ. ആഹാ, എന്താ ഒരു ടേസ്റ്റ്. ആദ്യം തന്നെ പാൻ എടുത്ത് ചൂടാക്കുക. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കാം.
പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് കുറച്ച് നെയ്യ് ഇഷ്ടമാണ്. അപ്പം ഞങ്ങളൊരു കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം ആദ്യം തന്നെ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്യാം. ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് നെയ്യ് കുറച്ച് ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ടാണ് നെയ്യ് ഞങ്ങൾ ഇടുന്നത്. വേണ്ട എന്നുള്ളവർക്ക് ഇടണ്ട. ഓക്കെ, ഇത് ഏകദേശം ചൂടായി വന്ന സമയം കൊണ്ട് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതൊരു ലൈറ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. എണ്ണ ഇതിൽ കൂടുതൽ വേണം എന്നുള്ളവർക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഞങ്ങൾ ഏകദേശം ഈ ഒരു അളവാണ് എടുക്കുന്നത്. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഏകദേശം ഒരു ലൈറ്റ് ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്യാം. ഇനി അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു ഫുൾ തീ വെച്ച് നമുക്ക് ഇതാക്കാമേ, അല്ലെങ്കിൽ ഉള്ളി 3 വഴണ്ട് കിട്ടാൻ നല്ല ടൈം എടുക്കും. എന്ന് പറഞ്ഞാൽ ഓവർ വഴണ്ട് പോകണ്ട കേട്ടോ. നമുക്ക് കാരണം ഒരു കടിക്കുന്ന ഒരു പരുവം അങ്ങനെ ഒരു രീതി കിട്ടണം. ഫുള്ളൊന്ന് വേവരുത്. ഉള്ളി ഏകദേശം വഴണ്ടിട്ടുണ്ട്. നമുക്കിനി ക്യാരറ്റ് അരിഞ്ഞ് വെച്ചേക്കുന്നത് അങ്ങോട്ട് ഇടാം. അതും എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന അരിഞ്ഞ ബീൻസും കൂടെ നമുക്കിത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇത് ഇത്രയും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് ആവശ്യത്തിന് കുറച്ചുകൂടി ഉപ്പിടാം. ഏകദേശം നമ്മുടെ വെജീസ് റെഡി ആയിട്ടുണ്ട്. നമ്മൾക്ക് ഓവർ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ഹാഫ് കുക്ക് ചെയ്താൽ മതി. നമ്മളിപ്പം കടയിലൊക്കെ ആണെങ്കിൽ തന്നെ തിന്നുമ്പം കണ്ടിട്ടില്ലേ, ഒന്ന് കടിക്കുമ്പോൾ നമുക്കൊരു ക്രിസ്പിനെസ് ഫീൽ ചെയ്യണം. ഒരു വേണ്ടുന്ന സോസ് ആഡ് ചെയ്യാം. ഞങ്ങൾ ഷെഷ്വാൻ സോസും ടൊമാറ്റോ കെച്ചപ്പുമാണ് ആഡ് ചെയ്തത്. ഞങ്ങൾ പിന്നെ മറ്റേ സോയാ സോസ് ആഡ് ചെയ്യുന്നില്ല. വേണ്ടവർക്ക് അത് ആഡ് ചെയ്യാം. പക്ഷെ ഞങ്ങൾ ഈ 2 സോസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. കാരണം ഞങ്ങൾക്ക് മറ്റേതിൻ്റെ ടേസ്റ്റ് അത്ര താല്പര്യമില്ല. നമ്മൾ എത്ര ക്വാണ്ടിറ്റി റൈസ് യൂസ് ചെയ്യുന്നോ അതിനാവശ്യമായ സോസ് ഒഴിച്ചാൽ മതി. അതുപോലെ ആ ഏരിയൊക്കെ വെച്ച് ഞങ്ങൾ ഇത്രയും മാത്രമാണ് എടുക്കുന്നത്. പിന്നെ ടൊമാറ്റോ കെച്ചപ്പും കൂടെ കുറച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലോട്ട് നമ്മുടെ ഷെഷ്വാൻ സോസ് ആഡ് ചെയ്ത് കൊടുക്കുവാണേ. പിന്നെ നമ്മുടെ തക്കാളി സോസ്, ടൊമാറ്റോ കെച്ചപ്പ് അതുപോയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കാൻ പോവുകയാണ്. ആദ്യമൊന്നുമില്ല, ഇതിനോട്ട് ഡയറക്റ്റ് അങ്ങ് റൈസ് ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് റൈസ് ഇടാം. ഓക്കെ, നമ്മളിന്ന് റൈസ് ആഡ് ചെയ്യുകയാണേ. റൈസ് ഇട്ടതിന് ശേഷം ഇനി ഒന്ന് മൊത്തത്തിൽ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മുടെ ഷെഷ്വാൻ ഫ്രൈഡ് റൈസ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാൻ സ്പ്രിംഗ് ഓണിയനും കൂടെ ഇടണം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്പ്രിംഗ് ഓണിയൻ ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ഇനി അതും കൂടെ ജസ്റ്റ് ഒന്ന് ഇളക്കണം. വെജ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് ഒരു പരുവത്തിന് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പപ്പയും മമ്മിയും കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. നമ്മൾ ഒരു ചൂടിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗൈസ്, നമ്മുടെ സ്വാദിഷ്ടമായ ഷെഷ്വാൻ വെജ് ഫ്രൈഡ് റൈസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇനി അങ്ങോട്ട് കഴിക്കുക. അപ്പം കഴിച്ചിട്ട് അഭിപ്രായം പറയാൻ എങ്ങനെയുണ്ടെന്ന്. സൂപ്പർ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ അടിപൊളിയായിട്ട് സൂപ്പറായിരിക്കും കേട്ടോ. അപ്പൊ ഇനി നമുക്കും കഴിക്കാം. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? നല്ല സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ, ബൈ ബൈ.